നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ലളിതമാണെന്ന് പറഞ്ഞ സംഗതിയാണിത്. വളരെ ലളിതമാണ്. നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് സംഗതി പ്രയാസാവും. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഭർത്താവിനോട് ചോദിച്ചു, മാലക് ലാ തത്ലുബു കമാ യത്ലുബു ഉനാസുൻ വ ഉനാസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ യാത്രകളിലോ കൂടെ പോകുന്ന നിങ്ങൾക്ക് മറ്റ് സ്വഹാബികൾക്കൊക്കെ ലഭിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വാങ്ങിച്ചുകൂടെ നബിയോട്? നിങ്ങൾ എന്താണ് ചോദിച്ചു വാങ്ങിക്കാത്തത്? പറയാം, അത് വേണം, ഇത് വേണം, അത്ര പൈസ വേണം, ഇത്ര പൈസ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചൂടെ? നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാത്തത്? മഹാനായ സ്വഹാബി പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന വറാഅകും ഉഖബതൻ കഊദാ ലാ യജൂസുഹൽ മുസ്ഖിലൂൻ. നിങ്ങൾക്ക് പിറകെ ഭാരമേറിയ പ്രയാസകരമായ കടമ്പകൾ വരാനിരിക്കുന്നുണ്ട്. ഭയങ്കരമായത്. ലാ യജൂസുഹൽ മുസ്ഖിലൂൻ. ആർഭാടങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊരിക്കലും ആ കടമ്പകൾ കടന്നു കടക്കാൻ കഴിയില്ലെന്നും അവിടെ അള്ളാഹു അവരെ പിടിച്ചു വെക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആർഭാടങ്ങൾ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ഹദീസിന് രണ്ടർത്ഥമാണ്. പിൽക്കാലങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ലളിതമായി ഈ വിവാഹം പോലെയുള്ള സംഗതികളൊക്കെ ഉമ്മത്തിന് ഭാരമായി വരും. മുതലാളിമാർക്ക് പോലും കഴിഞ്ഞു നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയാവാം. അതല്ലെങ്കിൽ ആഖിറത്തിലേത്, പരലോകത്ത് കുടുങ്ങുന്ന അവസ്ഥ വരും. മുസ്ഖിലൂൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരനെ കണ്ടു. തസവ്വജ്ത യാ ഫുലാൻ, കല്യാണം കഴിച്ചോ? നബി ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചോദിക്കുമായിരുന്നു ചെറുപ്പക്കാരോടൊക്കെ. ഹൽ തസവ്വജ്ത യാ ഫുലാൻ, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ചോദിക്കുക ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നാകരം അല്ലേ? സുബ്ഹാനല്ലാഹ്. ഹൽ തസവ്വജ്ത യാ ഫുലാൻ, കല്യാണം കഴിച്ചോ? നിക്കാഹിലൂടെ ഹലാലായി അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾ സ്വീകരിച്ചോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, കല്യാണം കഴിച്ചിട്ടില്ല. എന്തേ? ഒന്നുമില്ല നബിയെ, കല്യാണം കഴിക്കാൻ എന്തെങ്കിലും വേണ്ട കയ്യില്. ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരം കിട്ടുമെന്ന് നോക്കി. ഇരുമ്പിന്റെ മോതിരം, ഇരുമ്പിന്റെ മോതിരം. സഹാബി പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും വാങ്ങിക്കാൻ എന്റെ കയ്യിലില്ല നബിയെ. ഒന്നുമില്ല റസൂലേ. എങ്ങനെയപ്പോ ഞാൻ കല്യാണം കഴിക്കുക? വലിയ പുതിയണ്ണിപ്പ് എനിക്ക് കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, ഹൽ തഹ്ഫദു മിനൽ ഖുർആൻ, ഖുർആൻ എന്തെങ്കിലും മനപ്പാടുണ്ടോ? അഹ്ഫദു സൂറ കദാ വകദാ, കുറച്ച് സൂറത്തൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു നബി തങ്ങളോട് ഈ സ്വഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് സൂറ മനപ്പാടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം നബി തങ്ങളുടെ ഖാസിയത്താണ് കേട്ടോ. ഒരു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന മഹർ നബി തങ്ങൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. നബി തങ്ങളുടെ ഖസായിസിൽ വിവരിച്ചിട്ടുണ്ട് ഉലമാ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള മഹർ നബി തങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ നബി തങ്ങൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് മഹറാക്കുന്നത് അത് നബി തങ്ങളുടെ പ്രത്യേകത. തങ്ങൾക്ക് മാത്രമായി ചെയ്ത ചില വിശേഷങ്ങൾ മഹാനായ മുഹമ്മദ് അലവി മാലിക്കി മക്കി അൽ ഇൻസാനുൽ കാമിൽ തങ്ങളെ സംബന്ധിച്ച് വിവരിച്ച കിതാബിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ഖാസിയത്തിൽപ്പെട്ടതായത് തങ്ങൾ പറഞ്ഞു, ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു. ബിമാ മഅക മിനൽ ഖുർആൻ, നിങ്ങൾക്ക് ഖുർആൻ അറിയുമല്ലോ, ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കിൻ. അല്ലാഹ് അന്തസ്സായിട്ട് കല്യാണം കഴിക്കിൻ. അങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വല്ല അത്ഭുതം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പുന്നാരമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കണമെന്നൊരു മോഹം. എങ്ങനെയാ ചെല്ല? അലി തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ ചെന്നു, പക്ഷെ നാണം കൊണ്ട്, അതുപോലെ ഹൈബത്തൻ വ വഖാറൻ ഫി വജ്ഹി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഖത്ത് ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. അത് അലി തങ്ങൾ പറയുന്നു, whoever met him for the first time was filled with awe and with closer contact became attached to him. നബി തങ്ങൾ ആര് കണ്ടാലും പെട്ടെന്ന് ഒരു ബഹുമാനം കൊണ്ട് പതച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ കുറച്ചും കഴിഞ്ഞാൽ നബി തങ്ങളുടെ അടുത്ത ഫ്രണ്ടായിട്ട് മാറും ചെയ്യും. ഇത് തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഞാനിങ്ങനെ നിന്നു, എന്താ പറയാൻ.
മല്ലദീ ജാഅ ബിക യാ അലിയു, അലിയെ നിങ്ങൾ വരാനുണ്ടായ കാരണം എന്താണ്? എന്തേ ഇപ്പൊ വന്നത്? ലാ ശൈഅ യാ റസൂലല്ലാഹ്, ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല നബിയെ, നാണം കൊണ്ട് പറഞ്ഞതാ, ഒന്നുമില്ല നബിയെ. ലഅല്ലക ജിഅത തഖ്തുബു ഫാത്തിമ, ഫാത്തിമ ബീവിയെ എന്റെ മോളെ കല്യാണം കഴിക്കാൻ ആലോചിക്കാൻ വന്നതാണോ അലിയെ? നഅം യാ റസൂലല്ലാഹ്, അതിനെന്നെ വന്നത്. നമ്മളപ്പോൾ ബ്രോക്കർമാരാണ് ഇതിന് കാശ് വാങ്ങണത് അല്ലേ? ഈ പണിക്ക് അമ്മോഷനോട് പോയിട്ട് പുതിയാപ്പിള ചോദിക്കുകയാണ്, നിങ്ങളെ മോൾ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? ഇത്രയേ ഉള്ളൂ വിഷയം. ബ്രോക്കർമാരെന്താ പറയാ, പുതിയാപ്പിളക്ക് 5 പൈസ സ്ത്രീധനം വേണ്ടേ, പക്ഷെ ഞങ്ങൾക്ക് 1 ലക്ഷം തന്നേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. 28 പല്ലൊരു നാവുണ്ടായാൽ ഓന് 1 ലക്ഷം ഒരു കല്യാണത്തമ്മലേ. ഒരു പണിയും ചെയ്തിട്ടില്ല, കുറച്ച് നുണ പറഞ്ഞു എന്നല്ലാണ്ട്. ഇങ്ങനത്തെ കാലമാണ്. ലഅല്ലക ജിഅത തഖ്തുബു ഫാത്തിമ, ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ വന്നതാണോ അലിയെ? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഞാൻ അതിന് വന്നതാണ്. ഹൽ മഅക ശൈഉൻ തതസവ്വജു ബിഹി, കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, മഹറുണ്ടോ എന്ന് ചോദിച്ചു. മഹർ കൊടുക്കണം. ലാ യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല, ഒന്നുമില്ല. അലൈസ മഅക ദിർഅക അല്ലതി ഹാറബ്ത ബിഹാ, അന്നൊരിക്കൽ നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോ നിങ്ങൾക്ക് പടയങ്കിയായി ധരിക്കാൻ ഞാൻ തന്നിരുന്ന ദിർഅ, ആർമർ, ആർംസ് ഓഫ് ഗോഡ് അല്ലേ, ആർമറില്ലേ, നിങ്ങളുടെ ആ ഒരു പടയങ്കിയില്ലേ, അതെവിടെ? അതിന്റെ നബി, അതിനിപ്പോ എന്താ കിട്ടുക? ആകെ 4 ദിർഹമേ കിട്ടുള്ളൂ, 4 ദിർഹമേ. അത് മതി അലിയേത്, ഞാൻ അതിന്റെ വില പറയാം. സവ്വജ്തുക അലൈഹി യാ അലിയു ബിശർത്തി അൻ തുഹ്സിന സുഹ്ബതഹാ, അത് മതി, 4 ദിർഹം. വേറെ ചില റിവായത്തുകളിൽ 400 ദിർഹം, 400 ദിർഹം എന്ന് വന്നിട്ടുണ്ട്, പക്ഷെ 4 ആണെന്നാണ്, 4 ദിർഹം. നിങ്ങൾക്ക് ഞാൻ ഈ 4 ദിർഹമിന് പകരം എന്റെ മോൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു തരുന്നു. ഷർത്ത് എന്താണെന്നറിയോ? കണ്ടീഷൻ അലാ അൻ തുഹ്സിന സുഹ്ബതഹാ, അവളോട് നല്ല നിലക്ക് അവരുടെ കൂടെ ജീവിക്കണം എന്ന ഒരു ഷർത്തിൽ, ഒരു കണ്ടീഷനിൽ. വേറൊന്നും വേണ്ട, നല്ല നിലക്ക് ജീവിക്കും. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പൊന്നാര മോളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് കേട്ടോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒന്ന് പറയുമ്പോഴേ കുറച്ചെങ്കിലും നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഉസ്വത്ത് മാതൃക അവിടെയാണ്. കല്യാണം കഴിഞ്ഞ രാത്രി നബി തങ്ങൾ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, അലിയെ ലാ തുഹ്ദിസ് ശൈഅൻ ഹത്താ ആതീക്, ഞാൻ വരുന്നവരെ ഒന്നും തുടങ്ങില്ലട്ടോ, അവിടെ നിക്കി, ഒന്നും തുടങ്ങില്ല, നിക്കി എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പൊരന്റെ മൂലയിലിരുന്നു, ബീവി ഫാത്തിമ ബീവി പൊരന്റെ ഒരു മൂലയിലിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ വരുന്നവരെ ഒന്നും നിങ്ങളൊന്നും ഉറങ്ങില്ലേ, അതാണ് കാത്തിരുന്നു. നബി തങ്ങൾ വന്നു. ഫജാഅ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ രാത്രി വന്നു. വിവാഹത്തിന്റെ അന്നേ കട്ടിലൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടല്ലോ, അറയൊക്കെ പൊളിക്കണ ആ ദിവസം, വിവാഹത്തിന്റെ അന്നത്തെ രാത്രി, ലൈലത്ത് സഫാഫ്. യദക യാ അലി വയദകി യാ ഫാത്തിമ, അലിയെ ഫാത്തിമ നിങ്ങൾ 2 പേരുടെയും കൈ ഒന്ന് തരൂ. 2 പേരെയും കൈ പിടിച്ചു. ഒരു ഉപ്പ ചെയ്യുന്ന ഒരു സ്നേഹം. ഫാത്തിമ ബീവിക്ക് നാണുണ്ട്. വാപ്പ വന്നിരിക്കുകയാണ്, കൈ പിടിച്ചിട്ട്, പുതിയാപ്പയുടെ കൈ പിടിച്ചിട്ട്, കൈ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ ഇന്ന ഫാത്തിമത ഇബ്നതി വഹബ്ബുൻ നാസി ഇലൈ, അല്ലാഹുവേ നിനക്കറിയുമല്ലോ ഫാത്തിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്, അവരെന്റെ മോളാണെന്നും നിനക്കറിയുമല്ലോ പടച്ചവനെ. അല്ലാഹുമ്മ ഇന്ന അലിയൻ അഖീ അല്ലാഹുവേ എന്റെ പുതിയാപ്പിള അലി എന്റെ സഹോദരനാണ്, നബി തങ്ങളുടെ കസിനാണ് അലി റളിയല്ലാഹു അൻഹു, എന്റെ സഹോദരനാണ്. ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുമാണല്ലോ. അല്ലാഹുമ്മ ബാരിക് ലഹുമാ
പടച്ചവനെ ഇവ രണ്ടുപേർക്കും നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ. വബാറക അലൈഹിമാ, അവ രണ്ടുപേരുടെ മേൽ ബറക്കത്ത് ചെയ്യണേ. വജ്മഅ ബൈനഹുമാ ഫീ ഖൈരിൻ, അവ രണ്ടുപേരെയും നന്മയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണത്തിന്റെ രാത്രി, യാ അലിയു, അലിയേ, ഫാത്തിമ ബീവിയുടെ തലയിൽ നിങ്ങൾ കൈവച്ചേക്കണം. വഖുൽ മഈ, ഞാൻ പറയുന്ന പോലെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, പടച്ചവനെ ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുണ്ടോ റളിയല്ലാഹു അൻഹ, ആ ഖൈർ നീ എനിക്ക് തരണേ അല്ലാഹ് എന്ന് പറയൂ. അലിയേ, പുതിയാപ്പിളോട് പറഞ്ഞു കൊടുക്കുക, തലയിൽ കൈവെക്കിൻ, നിങ്ങളുടെ പുതിയണ്ണിന്റെ തലയിൽ കൈവെക്കിൻ, എന്റെ മോള് ഫാത്തിമയുടെ തലയിൽ റളിയല്ലാഹു അൻഹ, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറഞ്ഞേക്കിൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, ഇവരുടെ ഖൈർ എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്ക് തരണമേ. വഖൈറ മാ ഹിയ ലഹു, എന്തെല്ലാം ഖൈറാണോ ഫാത്തിമ ബീവിക്ക് നീ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഖൈറുകളൊക്കെ നീ എനിക്ക് തരണം. വഅഊദു ബിക മിൻ ശർരിഹാ, എന്തെങ്കിലും ഷർറുകൾ ഉണ്ടെങ്കിൽ എന്നെ നീ കാക്കേണമേ. വശർരി മാ ഹിയ ലഹ, ഫാത്തിമ ബീവിക്ക് എന്തെല്ലാം ഷർറ് വിധിക്കപ്പെട്ടിരിക്കാമോ അതിൽ നിന്നെല്ലാം കാവൽ തരണമേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം നടന്നു. യാ അലി യാ ഫാത്തിമ, ഇന്നത്തെ രാത്രിയാണ്. അലിയെ, ഫാത്തിമ ബീവി, അലിയെ, രണ്ടുപേരും ഖൂമാ സവിയൻ ഫസ്വല്ലിയാ റക്അതൈൻ, രണ്ടുപേരും എഴുന്നേറ്റ് 2 റക്അത്ത് ഒന്ന് സുന്നത്ത് നിസ്കരിക്കിൻ. അങ്ങനെ ആവട്ടെ നിങ്ങളുടെ വിവാഹത്തിന്റെ തുടക്കം. ഇത് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളാ. എന്നിട്ട് നമ്മളിപ്പോ എങ്ങനെയൊക്കെയാ ഈ കല്യാണം കഴിച്ചു കൂട്ടുന്നത്? ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ദുആ ചെയ്തു. ഖൈർ തരണേ റബ്ബേ, നബി ദുആ ചെയ്തു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടുപേരും 2 റക്അത്ത് നിസ്കരിക്കിൻ, ജീവിതത്തിലേക്ക് പ്രവേശിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം തുടങ്ങി. നബി തങ്ങൾ പോവാണ്, നിസ്കാരം തുടങ്ങി, ഞാൻ പോട്ടെ. തങ്ങൾ വാതിലടച്ചു. അസ്തൗദിഉകുമല്ലാഹ് വഅസ്തഖ്ലിഫുഹു അലൈകുമാ, നിങ്ങളുടെ കാര്യം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഞാൻ റബ്ബിനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അന്മോശനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നാര മോളിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇതാണ് നിങ്ങൾക്ക് മാതൃക, ഇതാണ് മാതൃക. നമ്മളങ്ങോട്ട് മാറ്റി, നമ്മൾ മാറ്റിയാൽ അതടങ്ങാറായി. പെണ്ണ് കെട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്, പടച്ചോനെ കാശ് കിട്ടുകയാണല്ലോ. സ്വന്തം പെങ്ങളെ കെട്ടിക്കുമ്പോഴോ സ്വന്തം മോളെ കെട്ടിക്കുമ്പോഴോ അല്ലല്ലാ, സ്ത്രീധനത്തിന് ആരൊക്കെയാണ് എതിരുള്ളത് ഞാൻ ഓരപ്പം ഞാൻ കൂടെ നിൽക്കുന്നുണ്ട്, അവരെ നമ്മളാള്. അപ്പൊ ആദ്യോ നമ്മളെ ഈ മത്തലപ്പറസ് എന്നൊക്കെ പറയും ഉറുദുവില്, കാര്യം കിട്ടുന്നോടത്ത് ഒപ്പം നിൽക്കുക. അങ്ങനെ ചെയ്യരുത്. ഹക്കിന്റെ കൂടെ നിൽക്കുക, സത്യത്തിന്റെ കൂടെ നിൽക്കുക എപ്പോഴും. ഇത്രയും ലളിതമാണ് വിവാഹം. നമ്മൾ പറയും ഇസ്ലാമിലെ വിവാഹം ലളിതാണ്. ഇങ്ങനെ കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.